ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ 8ാമത്തെ ഭാഗമാണ് വായിക്കാൻ തുടങ്ങുന്നത്. 7 ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി 2-3 ഭാഗങ്ങളും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഈ കരുണയുടെ അവസാനത്തെ മുന്നറിയിപ്പുകൾ കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ഒരുങ്ങാനുള്ള തീക്ഷ്ണതയിലേക്ക് നടന്നെടുക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് കൂടുതൽ ശ്രദ്ധയോടെ ഗൗരവമായിട്ടെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ എനിക്കും ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നിസ്സാരമായി എടുത്താൽ വലിയ ശിക്ഷയാണ് നാം അനുഭവിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തുപോയി എന്ന്. മത്തായിയുടെ സുവിശേഷം 24:12 അങ്ങനെ വായിക്കുന്നുണ്ട്. ഇത് അന്ത്യകാലത്തേക്കുള്ളൊരു വചനമാണ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ നന്മയില്ലാതാകും, അപ്പോൾ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതുപോലെ മത്തായി 24:10 പറയുന്നു: അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. സ്നേഹം തണുത്തു പോകും, വിശ്വാസം ഉപേക്ഷിക്കും, മനുഷ്യർ തമ്മിൽ ഒറ്റിക്കൊടുക്കും, വെറുക്കും. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇന്ന് 8ാം ഭാഗത്തിൽ എന്താണ് ഈശോ മുന്നറിയിപ്പ് കൊടുത്തത് എന്ന് നോക്കാം. അന്ധകാരത്തിൻ്റെ സന്തതികൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണിത്. കർത്താവ് പറയുന്നു, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം മഹാപീഡനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങളെ ദ്രോഹിക്കാനുള്ള ആയുധം കണ്ടുപിടിക്കാൻ പിശാച് ഭയങ്കര തന്ത്രത്തോടുകൂടെ ഓടി നടക്കുകയാണ്. ഇന്നത്തെ കാലത്തുണ്ടാകുന്ന പ്രത്യേകതയാണ് ഈശോ ഒന്നൊന്നായിട്ട് വിവരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി, ഇത് തട്ടിപ്പാണോ, ഈ പ്രവചനങ്ങൾ സത്യമല്ലേ, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതാണോ, നടന്നിട്ടുള്ളതാണോ, അതൊന്ന് ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. കർത്താവ് പറയാണ്, ദുഷ്ടത എല്ലായിടത്തും പടർന്നു പിടിച്ചു കഴിഞ്ഞു. ദുഷ്ടത, അതിന് വേറെ എൻ്റെ ഭാഗത്ത് അതിന് വേറെ തെളിവുകളൊന്നും വേണ്ട. അമ്മയെ കൊല്ലാനും അപ്പനെ കൊല്ലാനും കുട്ടികളെന്തെങ്കിലും ഉപയോഗിക്കാനും അതുപോലെ കിണറ്റിൽ വലിച്ചെറിയാൻ, കുട്ടികളെ എറിഞ്ഞു കളയാൻ, ഇതുപോലെയുള്ള ദുഷ്ടത പടർന്നു കഴിഞ്ഞു എന്ന് ഈശോ ഇവിടെ സന്ദേശം പറയുമ്പോൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ക്രൂരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഷ്ഠാനങ്ങളെല്ലാം വെറും ഫാഷൻ മാത്രമായി തീർന്നു. അത് വളരെ കറക്റ്റാണ്. വിവാഹമൊക്കെ ഫാഷനായി മാറി. ഇനി കുർബാന സ്വീകരണം ഫാഷനായി മാറി. ശ്രദ്ധ മുഴുവനും ഡ്രസ്സുകളുടെ ഒരുമിപ്പിക്കലിനെയും അതിൻ്റെ ആർഭാടങ്ങളെയും ഒക്കെയാണ് ഓരോ പരിപാടികളിലും ശ്രദ്ധ. അല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനാ പോണേ, വലിയ കുദാശയായി വിവാഹം എന്ന കുദാശയിലേക്ക് കടക്കാനാ പോണേ, അങ്ങനെ ആത്മീയമായ യാതൊരു ഒരുക്കവുമില്ല. ഒക്കെ ഫാഷനാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ജീവിതശൈലി ആകെ മാറിപ്പോയി. ഇനി അങ്ങനെ നഗ്നത പ്രദർശിപ്പിക്കാത്ത ഏതെങ്കിലും വസ്ത്രമിട്ടൊരു പെൺകുട്ടി വന്നാൽ അവൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടും. കാരണം നഗ്നത പ്രദർശിപ്പിക്കലാണ് ഇപ്പോഴത്തെ മര്യാദ. വലിയ ആളുകളെന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നഗ്നത പ്രദർശിപ്പിക്കണം. എന്നിട്ട് 4 ഇംഗ്ലീഷ് വാക്ക് വായിൽ പറയണം. ചിലപ്പോൾ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ലായിരിക്കും, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറേ ഇംഗ്ലീഷ് വാക്കുകൾ തട്ടിവിടും. എന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്ത് കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം. അതാണ് മഹത്വം, അതാണ് വലുപ്പം, അതാണ് വലിയ ആളുകൾ എന്നാണ് ഈ ലോകം വിചാരിച്ചിരിക്കുന്നത്. ഒരു പാവപ്പെട്ട കുട്ടി ചെന്നിട്ട് എന്തെങ്കിലും കാര്യം ഒരു സ്ഥാപനത്തിൽ വന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്ക് യാതൊരു മൈൻഡും ഇല്ല. പക്ഷെ മുടിയൊക്കെ നല്ല ഗോഷ്ഠികൾ കാണിച്ച് കുറേ നഗ്നതയൊക്കെ പ്രദർശിപ്പിച്ച് പലയിടത്തും ഓട്ടോകളൊക്കെ ഉള്ളൊരു ജീൻസൊക്കെ കെട്ടിയിട്ട് ആ ഓഫീസറിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അയാൾ വേഗം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം അവൾക്ക് വിവരമുണ്ട്, അവന് വിവരമുണ്ട്. മറ്റേ കുട്ടിക്ക് വിവരമില്ല എന്നാണ് പറയുക. അതുകൊണ്ട് അങ്ങനെയുള്ള നന്മയുള്ളവർ ഒറ്റപ്പെടും.
പ്രിയ സഹോദരങ്ങളെ, ഞാനിത് റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ ആക്രമണമാണ് സാത്താൻ്റെ. ഇന്നലെ ഇതൊരു റെക്കോർഡ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ എന്നെ അവൻ ബന്ധിച്ചിടുകയാണ്. ഞാൻ അവൻ്റെ ശത്രുവാണ്. കാരണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവനത് വലിയ നഷ്ടമാണ്. പലതരത്തിൽ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈശോ പറഞ്ഞതുപോലെ ചിലരെ അവൻ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്താലും ഒരു കുലുക്കുമില്ല എന്ന് തോന്നുന്നവരോട് അവന് ഭയങ്കര ദേഷ്യമാണ്. കാരണം ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ പിന്നെ അവനെ പേടിക്കില്ല എന്ന് അവനറിയാം. പ്രത്യേകിച്ച് എൻ്റെ അവസ്ഥയിൽ മരണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും മരണം ഭയമില്ലാത്തത് കൊണ്ടും അവന് ഭയങ്കര ദേഷ്യമാണ് എന്നെ. ഇനി എങ്ങനെ എന്നെ തകർക്കണം എന്ന് വിചാരിച്ച് അവൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ അവിടുത്തെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് ഞാനിന്ന് എപ്പോഴും വിശ്വസിക്കും. സങ്കീർത്തനം 97:3 അഗ്നി എനിക്ക് ചുറ്റും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും കർത്താവിൻ്റെ മാലാഖമാർ എൻ്റെ ചുറ്റുമുണ്ടെന്നും പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കി കൊണ്ട് അമ്മ എന്നെ പൊതിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിയുന്നത് വരെ ഈ ജീവൻ ഈ ശരീരത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും. കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ എൻ്റെ കർത്താവാണ്, സാത്താനല്ല. അവന് മനുഷ്യരെ പാപത്തിലേക്ക് വീഴ്ത്താനാണ് കഴിയുക, അല്ലാതെ മരിപ്പിക്കാൻ കഴിയില്ല. അതിന് ഉള്ള അധികാരം അവന് കൊടുത്തിട്ടുള്ള. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും കരുതിയിരിക്കുക. നന്നായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ സമ്മതിക്കില്ല. നമ്മളത് കരുതിയിരിക്കണം. ഈ ജീവിതം നശ്വരമാണ്, പെട്ടെന്ന് കഴിയും. എത്ര വലിയ സൗന്ദര്യം ഉണ്ടെങ്കിലും എത്ര വലിയ ബോഡി ഷേപ്പ് ഉണ്ടെങ്കിലും ഒരു അണു കയറിയാൽ മതി. ഞാനത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ വലിയ വലിയ ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ദൈവം വിചാരിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നിങ്ങൾക്ക് ആരോഗ്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കേൾക്കാം, ഈശോ പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം, കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ജാഗ്രത പുലർത്തണം, നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ആരോടും പറയാൻ പോകരുത്. വളരെ കറക്റ്റാണ്. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ പലരെയും ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈശോ വളരെയധികം വലിയ സന്ദേശങ്ങളാണ് ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വലിയ വലിയ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ഈശോ പറയും, നീ ശ്രദ്ധിക്കണം, ഇവർക്ക് തുറവിയില്ല. നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, പക്ഷേ ഇവരുടെ ഉള്ളിലൊരു ബോംബുണ്ട്. അങ്ങനെ ഞാൻ 2 അബദ്ധങ്ങളിൽ ഇപ്പോൾ ചെന്നുപെട്ടു. ഈശോയെ ആരാധിക്കും, തൊട്ടപ്പുറത്ത് അന്യദൈവത്തിന് നേർച്ചയും കൊടുക്കും. പക്ഷേ മുഖംമൂടിയിട്ട് വളരെ സൗമ്യമായി സംസാരിക്കും. അതുപോലെ കുറേ വ്യക്തികളുണ്ട്. നമ്മൾ കരുതിയിരിക്കണം. ഒന്നും തുറന്നു പറയില്ല അവർ. അങ്ങനെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വെച്ചൊതുക്കിയിരിക്കും. അപ്പോൾ കർത്താവ് പറയും, നീ ശ്രദ്ധിക്കണം, നീയും ഇതുപോലെ എല്ലാം തുറന്നു പറയരുത്. അതാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ആരോടും പറയരുത്. നമ്മൾ എന്തെങ്കിലും കാര്യം നന്മ ചെയ്യാമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അവളുടെ ഉള്ളിലിരിക്കുന്ന പിശാച് അവളിലൂടെ പ്രവർത്തിക്കും. അപ്പോൾ ആ നന്മ ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നാണ് ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ ആവേശിച്ചവർ ഉണ്ട്, വ്യക്തികളുണ്ട്. അതുപോലെ നിങ്ങളെ ഉപദ്രവിക്കാനും നിങ്ങളുടെ ആത്മാക്കളെ മോഷ്ടിക്കാനുമായിട്ട് അവർ ചുറ്റി നടക്കുന്നുണ്ട്. പല വിധത്തിലാണ് അവർ നിങ്ങളെ ആക്രമിക്കുക, നിങ്ങൾക്കറിയില്ല. ഇനി ഉദ്ദിഷ്ട കാര്യം സാധിക്കാത്തതിൽ നിരാശരാക്കുകയാണ് മനുഷ്യരെ. നിന്റെ മോന് ജോലി കിട്ടിയില്ലല്ലോ, നിന്റെ ബിസിനസ് തകർന്നില്ലേ, നിനക്ക് രോഗപീഠയല്ലേ, നീ എന്തിനാ ഈ ദൈവത്തെ നോക്കുന്നത്, എന്ത് നേടി നീ ഇന്ന സ്ഥലത്തേക്ക് പോക്കാം. അങ്ങനെ ചിലപ്പോൾ നല്ല സ്ഥാപനങ്ങളിലേക്ക് തന്നെ പോകും. പക്ഷേ ലക്ഷ്യം എൻ്റെ കാര്യങ്ങൾ സാധിക്കണമെന്നാണ്. അതാണ് ഈശോ പറയുന്നത്, ഉദ്ദിഷ്ട കാര്യം സാധിക്കാത്തത് നിരാശരായ അവർ അവിടെയും ഇവിടെയും പോകുന്നു. മിക്കവാറും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാതെ ദൈവമാണെന്ന് മനുഷ്യരെ തെറ്റിദ്ധരിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്നു. ആശ്വാസം കിട്ടില്ല. സത്യദൈവമായ ക്രൂശിതനായ ഈശോയുടെ മുമ്പിൽ, നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ കുർബാനയ്ക്ക് മുമ്പിൽ എത്തുക. അത് തന്നെയാണ് പോംവഴി. തരാനുള്ളത് അവിടെ നിന്ന് തന്നോളും. തന്നില്ലെങ്കിൽ അത് നിൻ്റെ പദ്ധതിയിലില്ല എന്ന് വിചാരിക്കണം. ഈശോ പറയുന്നു, സക്രാരിയിൽ തടവുകാരനെ പോലെ ഇരിക്കുന്ന എന്നെ വന്ന് കാണുക എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല, ഇതിൻ്റെ ചുരുക്കം മാത്രമാണ് ഞാൻ പറയുന്നത്. പല ദേവാലയങ്ങളും നശിപ്പിക്കപ്പെടുമെന്ന് ഇടയ്ക്കിടെ കർത്താവ് പറയുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ വിഗ്രഹാരാധനയുടെയും സ്വാർത്ഥതയുടെയും ആലയങ്ങളായിട്ട് നമ്മുടെ ദേവാലയങ്ങൾ മാറിക്കഴിഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹം ഇല്ലാതായി എന്നതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ പിഴച്ചുപോയ ചുവട്. ദൈവത്തോടുള്ള സ്നേഹമില്ലാതായി, അത് നമ്മൾ വീണ്ടെടുക്കണം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ, സൃഷ്ടാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. തന്നതിനെല്ലാം നന്ദി. ദൈവവും മനുഷ്യനും നന്ദി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ പറയുന്നത്. ഒരു ചെറിയ സഹായം ആരിൽ നിന്നെങ്കിലും കിട്ടിയാൽ 15 പ്രാവശ്യമെങ്കിലും നന്ദി പറയണം അവർക്ക്. ഞാനതെൻ്റെ ജീവിതത്തിൽ ശീലമാക്കി പണ്ടേ ആ ശീലമാണ്. ഒരു പേനയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിലും നന്ദി പറയണം. കാരണം ആ നന്ദിയിലൂടെ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കും. അല്ലാതെ നമുക്ക് സഹായം കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ ദൈവം എനിക്ക് തന്നതാ, ഇത് ദൈവമാണ് തന്നത്, അപ്പം ഞാനിതിനെ അവർക്ക് നന്ദി പറയുന്നത്, ഇത് ദൈവം വിചാരിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഈ പേന കിട്ടിയത്. ദൈവം വിചാരിച്ചത് കൊണ്ടല്ല പേന കിട്ടുന്നത്. ദൈവം ഇന്ന വ്യക്തിയിൽ കൂടെ ഈ പേന തരാനായിട്ട് വിചാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നെയും, അതായത് ദൈവത്തെയും, ഞാൻ നിനക്ക് ആരിൽ കൂടെ സഹായം തന്നോ ആ വ്യക്തിയെയും നീ നന്ദിയോടെ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തിന് ഇടനിലക്കാരെ ആവശ്യമില്ലല്ലോ. നേരിട്ട് ദൈവത്തിന് വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയാമല്ലോ. ഒരു ഡോക്ടർ വഴി ഒരു ഓപ്പറേഷൻ നന്നായി നടന്നു കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം കിട്ടില്ല, ആ ഡോക്ടർക്ക് നന്ദി പറയണം, ഡോക്ടറെ നന്ദിയുണ്ട് എന്ന്. കാരണം ദൈവം ആ ഡോക്ടറെയാണ് നമ്മളെ സുഖപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യ വ്യക്തിയുടെ കൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും തരിക. അതുകൊണ്ട് നന്ദി വളരെയധികം ഇമ്പോർട്ടൻ്റാണ്, പ്രാധാന്യമുള്ളതാണ്. അടുത്ത ഒരു മനുഷ്യൻ്റെ പാപം, ഈ തലമുറയിലെ മനുഷ്യൻ വിചാരിക്കും ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയ ശ്രേഷ്ഠനാണ്, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, അതൊന്നും അവർക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വലിയ ആളാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ മാമോൻ, പണത്തിൻ്റെ അധിപൻ, വഴിതെറ്റിയ മറ്റൊരു മാലാഖയാണ് ഈ മാമോൻ. ഇവൻ വളരെയധികം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? പണത്തിനോടുള്ള ആർത്തി കൂട്ടി വയ്ക്കാൻ. ഈ കൂട്ടി വയ്ക്കാൻ വേണ്ടി ചതികളും വഞ്ചനകളും ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ അവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ അഹങ്കരിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഇത്രത്തോളം പൈസയൊക്കെ ഉണ്ട്, ഞാൻ വലിയ ആളാണെന്ന്. അതിൽ കൂടെ സാത്താൻ അവനെ അവൻ്റെ പിണിയാളാക്കി മാറ്റും. അതുകൊണ്ട് മാമോൻ, പണത്തോടുള്ള ആസക്തി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരൊറ്റ മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് നമ്മൾ പോകണം എന്നുള്ളത് ഓർക്കുക. ഇന്ന് വരെ ഒരു ധനികനും കോടീശ്വരനും ഇവിടെ സ്ഥിരമായി നിന്നിട്ടില്ല. എത്ര പൈസയുള്ളവനും അവസാനം ഈശോ വിളിക്കുമ്പോൾ, സൃഷ്ടാവ് വിളിക്കുമ്പോൾ തിരിച്ചു പോകണം. അത് എപ്പോഴും ഓർക്കുക. എത്ര വലിയ നാടകം ഇവിടെ കളിച്ചാലും കർത്താവ് തിരിച്ചു വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് പോകണം. അത്രയേ ഉള്ളൂ ഈ ജീവിതം. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മളിതുപോലെയൊക്കെ ജീവിക്കുന്നത് എന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയ കൂട്ടുകാരെ, ദൈവം പറയുന്നു, എൻ്റെ എത്രയോ ദൂതന്മാർ നിങ്ങൾക്കിപ്പോൾ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുക. എന്നിട്ടാണ് ഈ മുന്നറിയിപ്പിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അല്ലാതെ വേറെ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. സ്നേഹം, പാപത്തിൽ നിന്ന് വിടുതൽ, സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും സൗമ്യത ഉണ്ടായിരിക്കുക, നല്ലവരായിരിക്കാൻ കാത്തിരിക്കുക. ഇത് തന്നെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലും പറയുന്നത്. നിങ്ങൾ നല്ലവരായിരിക്കും. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിക്കയറി. ഇനി അച്ഛന്മാരൊക്കെ പ്രശ്നങ്ങളല്ലേ, അവരും പാപം ചെയ്യുന്നില്ലേ, ഞങ്ങളിന്ന് കുമ്പസാരക്കൂട്ടിൽ കയറണം. നിങ്ങളതൊന്നും ചിന്തിക്കണ്ട. ഈ ലോകത്ത് പാപം ഇല്ലാത്തവരാരുമില്ല. മാനസാന്തരപ്പെടുന്ന പാപികളാണല്ലോ വിശുദ്ധരായിട്ട് തീർന്നിട്ടുള്ള വലിയ വിശുദ്ധന്മാർ. പിന്നെ പുരോഹിതന്മാരുടെ കുറവുകൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷേ അപ്പസ്തോലിക വരം കൊടുത്തിട്ടുള്ള അഭിഷിക്ത പുരോഹിതൻ കുമ്പസാരക്കൂട്ടിൽ നിൽക്കുമ്പോൾ നീ ഈശോയോടാണ് പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ പാപങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുക എന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, പിശാച് പല തന്ത്രങ്ങളും പല ചിന്തകളും തന്നിട്ട് നിന്നെ കുമ്പസാരക്കൂട്ടിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ കർത്താവ് പറയുന്നു, നിരന്തരമായ പീഡനങ്ങളും രോഗങ്ങളും വരാൻ പോകുന്നു, അനേകരും മരിച്ചു വീഴും. നിങ്ങൾ സഹനത്തെ ഭയപ്പെടരുത്. കാരണം സ്വർഗത്തിലെത്തണമെങ്കിൽ ഇവിടെ ഭൂമിയിൽ വെച്ച് തന്നെ ശുദ്ധീകരണം കഴിയണം.
അത് ചിലപ്പോൾ മാറാ രോഗമായിട്ടായിരിക്കും, കുടുംബത്തിൽ കിട്ടുന്ന അപമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൽ സഭാ സമൂഹങ്ങളിൽ കിട്ടുന്ന വേദനകളായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിനും പാപികൾക്ക് വേണ്ടിയും കാഴ്ചവെക്കാൻ മറക്കരുത്. അതുപോലെ ഈശോ പറയുന്നു, എൻ്റെ അഭിഷിക്തർ ദൈവവചനം വായിച്ച് മനസ്സ് തിരികുകയും ദൈവവചനത്തിലൂടെ മാത്രം ജീവിക്കുകയും സംസാരിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അഭിഷിക്തർക്ക് ദൈവവചനം പറയാൻ സമയമില്ലാതായിരിക്കുന്നു. അഭിഷിക്തർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള സമയമില്ലാതായിരിക്കുന്നു. സാംസ്കാരിക രംഗങ്ങളിലേക്ക് അഭിഷിക്ത മക്കൾ പോകുമ്പോൾ, സമർപ്പിത മക്കൾ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഇതിനാണോ? ദൈവം നമുക്ക് ഈ വരങ്ങൾ തന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെ ജീവിക്കാനാണ്, എങ്ങനെയാണ് ഈശോയെ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത്. പല സാംസ്കാരിക രംഗങ്ങളിലേക്കും കടന്നു വരുമ്പോൾ അറിയാതെ അന്യ ദൈവങ്ങളുടെ മുദ്രകളിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ പിശാച് പറയും, ഇതൊക്കെ സാഹോദര്യമല്ലേ, ഇതൊരു ആരാധനയല്ലല്ലോ. സോളമൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ ഓർക്കുക. അടുത്ത പാപം ഗർഭഛിദ്രമാണെന്ന് അത് പറയാതെ തന്നെ അറിയാം. ലോകത്തിന് ഇതുപോലെ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങുന്നത് എബോർഷൻ എന്ന പാപം മൂലമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് പെൺകുട്ടികൾ എല്ലാം ചാരിത്രം നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ അടുത്ത ദിവസങ്ങളൊരു കുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ വളരെ ചെറുപ്പം കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കട്ട് ചെയ്ത് അറിയാതെ ലോഡ്ജുകളിലേക്ക് പോകും. ഞാൻ ചോദിക്കും, മോളെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, അബോർഷൻ ചെയ്യാം. അതിന് ആൻറ്റിക്കറിയാത്ത മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ദൈവം ഇത് നിന്നെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ പിശാച് മനുഷ്യ മക്കളെ അവൻ്റെ പിടിയിലാക്കിയിരിക്കുക, സുഖിക്കുക, കിട്ടാവുന്ന പോലെ അടിച്ചു പൊളിക്കുക. പിന്നെ നിൽക്കാൻ പറ്റിയില്ലേ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. പ്രിയ കൂട്ടുകാരെ, വലിയ അപകടത്തിലേക്കാണ് ഈ ലോകം പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെയധികം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിരന്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് ഇതുപോലുള്ള ജീവിതങ്ങളെ. ലഹരിക്ക് അടിമപ്പെട്ടവർ, അതുപോലെ ശാരീരികമായിട്ട് പാപം ചെയ്ത് നടക്കുന്ന കുട്ടികളെ. അമ്മമാരൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല, കുട്ടി നിരന്തരം ലോഡ്ജിൽ പോവാണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ സത്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ മക്കൾ നമുക്ക് ദൈവം തന്ന ദാനമാണ്. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഓർക്കുക. കൈ വിട്ടുപോയിട്ട് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് ഓടി നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എബോർഷൻ എന്ന മഹാ അപരാധം ചെയ്തിട്ടുള്ളവർ ഈശോയുടെ പിതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് മരണം വരെ, നിങ്ങളുടെ മരണത്തിൻ്റെ മഞ്ചേൽ കിടക്കുന്നത് വരെ മാപ്പ് പറയണം. അത്ര വലിയ പാപമാണത്. അതുപോലെ അടുത്ത പാപമാണ് സ്വാർത്ഥത. മനുഷ്യരുടെ ഉള്ളിൽ മുഴുവൻ സ്വാർത്ഥതയാണ്. ഞാനാണ് വലുത്, എനിക്കുള്ളത് കിട്ടണം, എനിക്ക് എന്ത് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ? എനിക്കിത് കിട്ടുമോ, എനിക്കത് കിട്ടുമോ? ഇവിടെ കിട്ടില്ല, അന്ന് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യാം. എല്ലാം ചെയ്യുന്നത് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ കാര്യം നടന്നാൽ ഞാൻ പോവും, എനിക്കിതേ വേണ്ടു, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് നോക്കണ്ട. കർത്താവ് പറയാ, വലിയ മുന്നറിയിപ്പ് ഞാൻ നൽകുന്നുണ്ട്, കരുണയുടെ അടയാളങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ സ്വാർത്ഥതയിൽ നിന്ന് നിങ്ങൾ പിന്മാറിയണം എന്നാണ് കർത്താവ് പറയുന്നത്. അടുത്ത പാപമാണ്, അതാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത്, ഭക്ഷണാസക്തിയും വിഷയാസക്തിയും. ഭക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് തോന്നും, ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പ്രിയ കൂട്ടുകാരെ, അതിൽ കൂടെ പിശാച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുക. അതുപോലെ വിഷയാസക്തി, അതിൻ്റെ മെയിൻ കാരണം സ്ത്രീജനങ്ങളാണ്. ഒരു ഹവയിൽ കൂടെ ലോകത്ത് പാപം വന്നെങ്കിൽ മറ്റൊരു ഹവ വന്ന് ജീവൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ വന്ന് പാവം രക്ഷപ്പെടുത്താൻ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ആദ്യത്തെ ഹവയുടെ പ്രതിരൂപമായിട്ട് ഈ സ്ത്രീകൾ ലോകം മുഴുവൻ ദുഷിപ്പിച്ച് കഴിയാണ്. ലോകം മുഴുവൻ. ഇന്ന് സ്ത്രീകളെ കാണുന്ന ഒരാൾക്കും പാപം മനസ്സിൽ ചെയ്യാതെ അവരെ നോക്കാൻ പറ്റില്ല. കഷ്ടമാണ് സഹോദരങ്ങൾ, ഇന്നത്തെ കാര്യം കഷ്ടം, വലിയ കഷ്ടമാണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഭർത്താക്കന്മാരും അപ്പന്മാരുമൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നടക്കുന്ന വൈകൃതങ്ങൾ പിന്നീട് നടക്കുന്നതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ പേപ്പറിൽ പരസ്യം കൊടുത്തിട്ട് എന്താ കാര്യം? ആദ്യം
പ്രിയ കൂട്ടുകാരെ, സ്ത്രീജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സൂക്ഷിക്കുക. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. പ്രിയ കൂട്ടുകാരെ, അഹങ്കാരത്തിനെതിരെയുള്ള വലിയ പുണ്യമാണ് എളിമ. എളിമ അഭ്യസിക്കാൻ ശ്രമിക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, അഹങ്കാരമാണ് ഏറ്റവും വലിയ തിന്മ. അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക എന്നറിഞ്ഞുകൂടാ. ഇന്ന് കണ്ടുമുട്ടുന്ന സ്ത്രീകളും കണ്ടുമുട്ടുന്ന പുരുഷന്മാരും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ സങ്കടം തോന്നും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്ത് കണ്ട് ഈ അഹങ്കരിക്കണേ? ആ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാൽ മതി. ഇനി ഒരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ എല്ലാ അഹങ്കാരം ഏകദേശം ചിലപ്പോൾ നിൽക്കും, എന്നിട്ട് നിൽക്കാത്തവരുണ്ട് കേട്ടോ. അഹങ്കാരം, ഞാൻ വലിയവനാണ്, ഒരു റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അഹങ്കാരമാണ്. നിന്നേക്കാൾ കൂടുതൽ ഞാൻ സ്പീഡിൽ പോകും. നീ എന്തിനാ എന്നെ വെട്ടിച്ച് കിടന്നു പോകണത്? എന്നേക്കാൾ മുമ്പ് നീ പോകണ്ട. നിനക്കാണ് പോകേണ്ടതെങ്കിൽ ഞാൻ വഴിമാറിപ്പോവും. നീ സഹിച്ചോ, എനിക്കെന്താ കുഴപ്പം? ഇതുപോലെ അഹങ്കാരം ഏത് സ്ഥലത്ത് ചെന്നാലും, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഒരു ആരാധനാലയത്തിൽ പോലും ചെന്നാൽ അവിടെയുള്ള ചെറിയ തൂപ്പുകാരി തൊട്ട് അവരിലാണ് അഹങ്കാരം. മെയിൻ ആളുടെ അഹങ്കാരമില്ല. എൻ്റെയാണ് ഈ സ്ഥാപനം, എൻ്റെ തലയിലാണ് ഈ ലോകം എന്നുള്ള നിലയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. കർത്താവ് പറയാണ്, പെട്ടെന്ന് വരും നാശം. എളിമ അഭ്യസിക്കാൻ, വിനീതരാകാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. എളിമയുള്ളവരിലാണ് ഞാൻ പ്രവർത്തിക്കുക എന്ന് കർത്താവ് പറയുന്നു. എളിമയാണ് ഈ കാലഘട്ടത്തിലേക്കുള്ള കിരീടം. അടുത്ത കാര്യം പറയുന്നത്, പിശാച് നരകത്തിൽ ഇപ്പോൾ ആളുകളെ സൂക്ഷിച്ചിട്ടില്ല. നരകത്തിൽ പിശാചുക്കളില്ല. എല്ലാവരും ഇപ്പോൾ ലോകത്തിലാണ്. എങ്ങനെ ആളുകളുടെ എണ്ണം കൂട്ടാം, മൊത്തമായിട്ട് ഇവരെ കൊണ്ടുപോകാൻ എന്താണ് വഴി എന്നാണ് കർത്താവ് പറയുക. പിശാച് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നരകത്തിന് ആൾക്കാരില്ല. ഇപ്പോൾ പിശാചുക്കളൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുക. അടുത്ത പാപമാണ് ദുരഭിമാനം. ദൈവമേ, അന്നന്ന് വേണ്ടുന്ന അപ്പം കിട്ടാൻ വകയില്ലാത്തവരാണെങ്കിലും ദുരഭിമാനമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടില്ല. അഹങ്കാരമാണ് ദുരഭിമാനത്തിന് വഴിതെളിക്കുന്നത്. എനിക്ക് പട്ടിണിയാണെങ്കിൽ മറ്റുള്ളവരോട് പറയണം, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം കേട്ടോ എന്ന് പറയാൻ മനുഷ്യർക്ക് ഇന്ന് പറ്റുന്നില്ല. അഹങ്കാരം കൊണ്ട് ഇങ്ങനെ മൂർത്തിഭാവമായിട്ടിരിക്കുക. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അത്ര പോലും മനുഷ്യരുടെ മുമ്പിൽ താഴാൻ അവർ കൂട്ടാക്കുന്നില്ല. ഈശോ പറയുന്നു, ലോകം മുഴുവൻ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാർ, നടിമാർ, രാഷ്ട്രീയക്കാരെ, ഗായകരെ കണ്ടിട്ട് നിങ്ങൾ അവരോട് ആരാധന തോന്നണ്ട. ഈശോ പറയാണ്, അവരിലെ പലരും ഇതാ ഇവിടെ എൻ്റെ അടുത്ത് നിത്യതയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശരിയാണ് കേട്ടോ. പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ദർശനം കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഉന്നത വ്യക്തികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടായിരിക്കാം എനിക്ക് ജീവിതത്തോടുള്ള ഈ വിരക്തി തോന്നുന്നത് എന്ന് തോന്നുന്നു. ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് പിടയുന്ന പിടച്ചിലുണ്ടല്ലോ, ജീവിക്കുന്ന കാലത്ത് ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളിയവരാണ്, വലിയ പ്രശസ്തരാണ്. അവിടെ കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോൾ ദൈവമേ, ഇത് ലോകം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് കർത്താവ് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ നോക്കിക്കോ, നിൻ്റെ ആത്മാവ് നശിപ്പിക്കാതെ നീ നോക്കിക്കോ, അല്ലെങ്കിൽ വലിയ സഹനങ്ങളിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ക്രൂശിത രൂപങ്ങൾ, എൻ്റെ ദേവാലയങ്ങൾ എല്ലാം അശുദ്ധമാക്കപ്പെടും. എൻ്റെ വിശുദ്ധ സ്വരൂപങ്ങൾ നിലത്ത് ചവിട്ടിയെറിച്ച് വലിച്ചെറിയപ്പെടും. ഇപ്പോൾ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ മോശമായത് സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, അവസാനം അതികഠിനമായിട്ടുള്ള മഹാപീഡനങ്ങൾ ദൈവീക സന്നിധിയിൽ നിന്നും പുറപ്പെടും. അതിനെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? അതിജീവിക്കാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. അഹങ്കാരം വെടിയുക, സ്വാർത്ഥത വെടിയുക, ദുരഭിമാനം വെടിയുക, എളിമയിലായിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക, ആസക്തികളിൽ നിന്ന് വിട്ടുപോവുക, പരിശുദ്ധ കുർബാനയിൽ ഓടിയണയുക. കുർബാനയിൽ ഇനി മാറ്റം വരുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ കുമ്പസാരക്കൂട്ടി നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിർമ്മലരായി ജീവിക്കുക. നമ്മൾ മനുഷ്യരാണ്. ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദേഷ്യവും കോപമൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോവും. അപ്പോൾ ഉടനെ നമ്മൾ കുമ്പസാരക്കൂട്ടിയിരിക്കുന്ന ഈശോയുടെ അടുത്ത് കയറണം. ഈശോയെ, തെറ്റിപ്പോകണോ? ഞങ്ങൾക്ക് തെറ്റു പറ്റണോ? അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് എളിമപ്പെടാനുള്ള വലിയ കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ 97-ാമത്തെ പേജിലാണ് നിൽക്കുന്നത്.
ഇതിൽ ആകെ 164 പേജുകളാണ് ഉള്ളത്. 164 പേജുകൾ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ 2 ഭാഗം കൂടി ആയാൽ ഇത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങളൊക്കെ നിസ്സാരതയോടുകൂടെ കേൾക്കാതെ, അതേസമയം തന്നെ പേടിച്ച് വിറങ്ങലിച്ച് ഓടി നടക്കാതെ, എന്താണ് ഈശോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ശ്രദ്ധിക്കുക. ഭൂമിയിൽ പലതും വരും, യുഗം അവസാനിക്കും. എന്തിനാണ് യുഗം ഈ അവസാനിക്കുന്നത്? ഈശോയോടൊപ്പം പിതാവിനോടൊപ്പം പളുങ്ക് കടൽ പോലെ വർണ്ണിക്കാൻ പറ്റാത്തത്രയും പരിശുദ്ധമായിട്ടൊരു ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അവസാനത്തെ പീഡനത്തിന് ശേഷം, ഭൂമിയെ ശുദ്ധീകരണത്തിന് ശേഷം മാലാഖമാരിറങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമി മുഴുവനെ ശുദ്ധീകരിച്ച് സ്വർഗമാക്കും. സ്വർഗം, കടലുകളും വെള്ളക്കെട്ടുകളെല്ലാം പളുങ്ക് പോലെ തിളങ്ങും. എല്ലാ അശുദ്ധിയും മാറ്റും. നമ്മുടെ വീടുകളൊക്കെ രമ്യഹർമ്മ്യങ്ങൾ സ്വർഗത്തിലെ വീടുകളായിട്ട് മാറും. അങ്ങനെ നമ്മൾ പിതാവിനോടൊപ്പം വസിക്കും. അങ്ങനെയൊരു നല്ല കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനു വേണ്ടി ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എപ്പോഴും ഈ മുന്നറിയിപ്പും പ്രത്യക്ഷീകരണങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, ഇതെല്ലാം കഴിഞ്ഞ് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. ജീവിച്ചിരിക്കുന്നവർ അവിടെ തന്നെ ഉണ്ടാകും, മരിച്ചവർ ശരീരം പ്രാപിച്ച് എല്ലാവരും ഒരു ജനതയായിട്ട് നിൽക്കും. എന്നിട്ട് കർത്താവ് നല്ലവരെ കൊണ്ടുപോകും. ആ നല്ലവരെ ദൈവത്തോടൊപ്പമായിരിക്കും. അങ്ങനെ വലതുഭാഗത്ത് നിൽക്കാനാണ് സഹോദരങ്ങളെ ഈ മുന്നറിയിപ്പുകൾ തരുന്നത്. അല്ലാതെ ഇത് കേൾക്കുമ്പോൾ ആ ചേച്ചി ഇത് പറഞ്ഞു, ഈ ചേട്ടത് പറഞ്ഞു, ഈ അച്ഛൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കാനല്ല. നിങ്ങൾ എവിടെയും ഓടി നടക്കണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്നേഹത്തോടും ക്ഷമയോടും കൂടെ ചെയ്ത് എല്ലാവരോടും എളിമയോടും കൂടെ ജീവിച്ച് സമാധാനത്തിൽ വർത്തിച്ച് പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിച്ച് നമ്മൾ നല്ലവരായി ജീവിച്ചാൽ മതി. ഉദാശകളൊക്കെ സ്വീകരിച്ച് കൽപ്പനകൾ പാലിച്ചാൽ മതി. 10 കൽപ്പനകൾ പാലിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പരിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ചാൽ, ജപമാല നിൻ്റെ ആയുധമാണെങ്കിൽ വേറെ ഒന്നും വേണ്ട. വിശുദ്ധ മിഖായേൽ നിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണത്തിൽ നമ്മൾ പാപം ചെയ്യാതെ ജീവിച്ചാൽ മതി. മരണമല്ലേ, ലോകാവസാനമല്ലേ. ലോകം അവസാനിച്ചാലില്ലെങ്കിലും നീ മരിക്കും. ലോകം കുറേ നാൾ കഴിഞ്ഞിട്ട് അവസാനിക്കണമെങ്കിലും നാളെ നീ മരിക്കണമെന്ന് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കും. അപ്പം നിൻ്റെ ലോകം കഴിഞ്ഞു. അപ്പം നിൻ്റെ ലോകം കഴിയുന്നതിന് വേണ്ടി നീ ഒരുങ്ങിയാൽ മതി. വലിയ ലോകാവസാനം കാത്തിരിക്കേണ്ട. അതെന്തായാലും വരും. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വരാതിരിക്കില്ല. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞതാ. പിന്നെ ആ ബൈബിളിലത്തെ കാര്യം ചില കുട്ടികൾക്ക് ദർശനം കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഈ ദർശനക്കാർക്ക് പുതിയൊരു കാര്യമൊന്നല്ല കർത്താവ് കൊടുത്തത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇത് വരാറായി, സത്യമാണെന്ന് ഒന്നുകൂടി നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതൊക്കെ. വിശുദ്ധ ഗ്രന്ഥത്തിനേക്കാളും വലിയ പ്രവചനങ്ങളും പുസ്തകങ്ങളൊന്നുമില്ല. പരിശുദ്ധ കുർബാനയിലേക്കാൾ വലിയ ഭക്തകൃത്യവും ഇല്ല. പരിശുദ്ധ ജപമാലയും വിശുദ്ധ കുരിശും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധമായിട്ട് കുർബാനയ്ക്ക് അതിൽ കവിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി കുറേ അറിവ് കിട്ടാൻ ഓടി നടക്കുന്നു വേണ്ട. അറിവ് കൂടി വരുമ്പോൾ സംശയം കൂടും. ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ മതി. എന്നെ സൃഷ്ടിച്ചൊരു പിതാവുണ്ട്, പുത്രനയച്ചുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധരുണ്ട്, നമ്മുടെ ഒപ്പമുണ്ട്. ഇവിടെ കാവൽമാലാഖനെ മറക്കരുത്. കാവൽമാലാഖനെ നിങ്ങൾ ആരും ഓർക്കുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കാവൽ മാലാഖയെ നിങ്ങൾ ഓർക്കുന്നില്ല എന്നത് വലിയ സങ്കടമാണ്. കാരണം അവൻ എപ്പോഴും വന്ന് നിങ്ങളുടെ കുറവുകൾ, എൻ്റെ അടുത്ത് പാപങ്ങൾ എഴുതേണ്ടവനാണ്. പക്ഷേ അവൻ വളരെ നല്ലവനായതുകൊണ്ട് ഇതുവരെ അവൻ കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇനിയും നന്നാവും എന്ന് വിചാരിച്ചിട്ട് കാവൽ മാലാഖ കാത്തിരിക്കുകയാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ കാവൽ മാലാഖയോട് നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. കാവൽ മാലാഖയാണ് നിങ്ങളെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെ നിങ്ങൾ മറക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാർ വളരെ സങ്കടപ്പെടുന്നു. കാരണം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഈ ദുഃഖം കാണുന്ന ഞാനും ദുഃഖിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പരാതി പറയാം. പക്ഷെ നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തെ പ്രതി ഇന്ന് വരെ അവരതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാവൽമാലാഖ ഇതുവരെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, കാവൽമാലാഖയെ വിട്ട് കളയരുത് കേട്ടോ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ കാത്തിരിക്കുന്നത് ഈ കാവൽമാലാഖ. അതുകൊണ്ട് മാലാഖയെ എപ്പോഴും ഓർത്തോളൂ.
പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് വളരെ സ്പീഡിൽ പോകുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ ജീവിതത്തിലുള്ള സ്പീഡാണ് ഇപ്പോൾ ഈ സംസാരത്തിലും കാണുന്നത്. ജീവിതത്തിൽ എന്താണ് സ്പീഡെന്ന് വെച്ചാൽ, എപ്പോൾ ഞാനിത് ഇവിടുന്ന് പോകും എന്നെനിക്കൊരു അവബോധം എപ്പോഴുണ്ട്. ആ പോകുന്നതിനേക്കാൾ മുമ്പ് ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അതുള്ളത് കൊണ്ടാണ് ഈ ചെറിയ റെക്കോർഡിങ് നടത്തുമ്പോഴും ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത് ഞാൻ എത്രത്തോളം പോവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ഇത് അറിയിക്കുമ്പോൾ ഞാനും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും ഇത് വളരെ സഹായകമാണ്. ഞാൻ നന്നാവാൻ ശ്രമിക്കുകയാണ്, നല്ലതാവാൻ ശ്രമിക്കുകയാണ്, ശുദ്ധീകരണം ഇവിടെ തന്നെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. കർത്താവ് ജീവിതത്തിലെ അത്ഭുതങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഓൾറെഡി നടത്തി കഴിഞ്ഞല്ലോ. പലരിലും പല കാര്യങ്ങളും അത് പതുക്കെ ഞാൻ പറയാം. വലിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. രോഗം വന്നാലും വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ മരിക്കും എന്നുള്ളത് എപ്പോഴും സ്വപ്നം കാണണം. സന്യാസികൾ ഫീലോകാലിയയിൽ പറയുന്ന പോലെ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും നമ്മൾ മരിച്ചു കിടക്കുന്ന സ്വപ്നം കാണണം. നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ, കുഞ്ഞുണ്ണികൾ മരിച്ചു കിടക്കുന്നത് നമ്മൾ സ്വപ്നം കാണണം. കാരണം എന്തെങ്കിലും ഒരിക്കൽ അവർ നമ്മളിൽ നിന്നോ നമ്മൾ അവരിൽ നിന്നോ എടുക്കപ്പെടും. ആ സമയത്ത് ഷോക്കടിച്ച് ഭ്രാന്ത് വരാനും നിൽക്കണ്ട. എല്ലാവരും മരിക്കും ഒരു ദിവസം. എത്ര ആരോഗ്യമുള്ളതിനാലും 1 മിനിറ്റ് മതി. ഇപ്പം അടുത്ത് തന്നെ ഒരു 41കാരൻ ഞങ്ങളുടെ ഇവിടെ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമാവണ്ട ബന്ധുമിത്രാദികൾ. എന്താണെന്നറിയോ, എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരും നമ്മളിൽ നിന്ന് പോകും, ചിലപ്പോൾ നമ്മൾ അവരിൽ നിന്ന് പോകും. ഈ സത്യം മനസ്സിൽ വെച്ചിട്ട് അതുപോലെ ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് ഫിലോകാലിയയിൽ ഈ സന്യാസികൾ ഇങ്ങനെ പറയണത്, ക്രിസ്ത്യാനുകരണത്തിൽ ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും നീ നിൻ്റെ മരണം സ്വപ്നം കാണണം. അതുപോലെ നിൻ്റെ പ്രിയപ്പെട്ടവർ നീ ഒരിക്കലും വിചാരിക്കരുത് അത് മരണം വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. ഇല്ല, അവരൊന്നും കൂടി പെട്ടെന്ന് ദൈവം അവരെടുക്കും, ചിലപ്പോൾ നമ്മളെ എടുക്കും. ഈ സത്യം എപ്പോഴും മനസ്സിലുണ്ടായാലും ഒരു പരിധി വരെ അഹങ്കാരം ഉണ്ടാവില്ല. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ലോകം രക്ഷപ്പെടട്ടെ, അനേകം പാപികൾ തിരിച്ചറിവ് കിട്ടട്ടെ. മനുഷ്യനല്ല വലുത്, ദൈവമാണ് വലുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.